അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. മക്കളെ, നമ്മളൊക്കെ 2ാം ക്ലാസ്സിലാണല്ലേ? ഇൻഷാ അല്ലാഹ് പിന്നെ പരീക്ഷയാണ്, പാദവാർഷിക പരീക്ഷയാണ്. നല്ല ഉന്നത മാർക്ക് വാങ്ങണം. ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ വിശകലനവും അതുപോലെ തന്നെ ചെറിയ ഒരു റിവിഷനും കൂടിയാണ് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഈ ക്ലാസ് കേട്ടാൽ തന്നെ ഏകദേശം കുട്ടികൾക്കൊക്കെ കുറച്ചെങ്കിലും അല്പമെങ്കിലും എഴുതാൻ അറിയുന്ന കുട്ടികൾക്ക് നല്ല മാർക്ക് സ്കോർ പൂർണ്ണമായിട്ടും വാങ്ങാൻ കഴിയും എന്ന് ഞാൻ പറയുന്നില്ല. അത് നമ്മൾ ഓരോരുത്തരുടെ കുട്ടികൾക്കനുസരിച്ചായിരിക്കും. എന്നിരുന്നാലും ഈ ക്ലാസ് കേട്ട് പോയാൽ തന്നെ നല്ല ഉഷാറായിട്ട് മാർക്ക് വാങ്ങാം. എത്രത്തോളം എഴുതി എന്നുള്ളത് ഇൻഷാ അല്ലാഹ് പരീക്ഷ കഴിഞ്ഞിട്ട് നിങ്ങളെ വിലപ്പെട്ട അഭിപ്രായം, കമൻറ്റ്, ലൈക്ക് കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഇതിനെ ശരി അടയാളപ്പെടുത്താൻ സാധാരണ ബ്രാക്കറ്റിൽ നിന്നൊക്കെ എടുത്ത് എഴുതാനുണ്ടാവും. ചിലപ്പോൾ എന്ത് ചെയ്യും, അവിടെ സൈഡിൽ പിന്നെ ചോദ്യം പിന്നെ ഒരു സൈഡിൽ ചോദ്യവും മറ്റൊരു സൈഡിൽ ഉത്തരവും കൊടുത്തിട്ടുണ്ടാവും. അത് ഓർഡർ തെറ്റിച്ച് കൊടുത്തിട്ടുണ്ടാവും. പിന്നെ സെൻട്രൽ ഭാഗത്ത് എന്തുണ്ടാവും, എഴുതാനുള്ള ഗ്യാപ്പ് ഉണ്ടാവും. അപ്പോൾ അവിടേക്ക് ഇടത് ഭാഗത്തുള്ള ചോദ്യോത്തരങ്ങളും പിന്നെ ഉത്തരം നോക്കിയിട്ട് ഈ സെൻട്രൽ ഭാഗത്തുള്ള നടുവിലുള്ള കോളത്തിൽ കൊടുക്കാൻ ഉണ്ടാവും അല്ലേ? എങ്ങനെയായാലും വേണ്ടില്ല. ഇതാണ് ചോദ്യം. കണ്ടില്ലേ, ഇസ്ലാം കാര്യങ്ങൾ. അപ്പൊ എങ്ങനെ വന്നാലും ഇസ്ലാം കാര്യങ്ങൾ എന്നതിൻ്റെ നേരെയാണ് ഈ ഭാഗത്താണ് എന്ത് ചെയ്യേണ്ടത്, ഉത്തരം എഴുതി കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെയുള്ള ചോദ്യം എന്താണ്, ശരി അടയാളപ്പെടുത്താനുള്ളതാണ്. ഇവിടെ ഇപ്പം നമുക്ക് ശരി അടയാളപ്പെടുത്തിയാൽ മതി, വേറൊന്നും ചെയ്യണ്ട. ഒന്ന് വായിച്ചു നോക്കി. ഇസ്ലാം കാര്യങ്ങൾ അതിന് നേരെയുള്ളത് ഏതാണ്? 6 ആകുന്നു, 5 ആകുന്നു. ഇസ്ലാം കാര്യം എത്രയാ? 6 അല്ലേ? 6 ആണോ? അല്ല, എത്രയാണ്? 5 ആണ്. കൺഫ്യൂഷൻ വരാൻ പാടില്ല. ഇസ്ലാം കാര്യം എത്രയാണ്? 5. ഈമാൻ കാര്യം എത്രയാണ്? 6 നമുക്കറിയാം. അപ്പൊ ഈമാൻ കാര്യം എത്രയാന്ന് ചോദിച്ചാൽ 6ന്റെ അവിടെ ടിക്കിടുക. ഇസ്ലാം കാര്യം എത്രയാന്ന് ചോദിച്ചാൽ 5ന്റെ അവിടെ ടിക്കിടുക. ഇനി അടുത്തത് 5 സമയങ്ങളിലായി നിർവഹിക്കണം. നമുക്കൊക്കെ അറിയാം 5 നേരത്തെ അല്ലെ, 5 സമയത്തെ നിസ്കാരം. ഏതാണ് നിസ്കാരം? അപ്പൊ നിസ്കാരത്തിന്റെ അവിടെ ഹജ്ജ് അങ്ങനെയാണോ? അല്ല, ഹജ്ജ് വർഷത്തിൽ ഒരു തവണയാണ് അല്ലേ? അപ്പൊ അത് നമ്മൾ 5 സമയത്തെ നിസ്കാരം എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ നിസ്കാരത്തിന്റെ നേരെ ടിക്കിട. ഇനി മൂന്നാമത്തെ വുളൂഇൽ ഒന്നിച്ച് ചെയ്യണം. ഒന്നിച്ച് ചെയ്യാനുള്ളതുണ്ട് അല്ലേ? ചെവി 2ഉം ഒന്നിച്ചാ ചെയ്യാം. കാല് 2 ഒന്നിച്ച് ചെയ്യോ? കാല് 2ഉം ഒന്നിച്ച് ചെയ്യോ? ഇല്ല. അപ്പൊ നോക്കി, ഏതാണ്ടത് വുളൂഇൽ ഒന്നിച്ച് ചെയ്യാനുള്ളത് 2 കാല്, 2 ചെവി, 2 മൂക്കുന്ന് വരുമല്ല, മൂക്കൊന്നുള്ളല്ലേ? 2 കാല് ഒന്നിച്ച് ഇല്ല. ആദ്യം വലത്തേ കാല്, പിന്നെയാണ് ഇടത്തേ കാല്. നമ്മളങ്ങനെയല്ല പഠിച്ചതേ. 2 ചെവി. അപ്പൊ ഏതാണ്? 2 ചെവി അവിടെ ടിക്കിട. 2 ചെവി ഒന്നിച്ചാണ് തടവല് അല്ലേ? തടവുന്ന അവയവങ്ങൾ അത് ഏതാണ്? തലയും ചെവിയും മാത്രമാണ്. അപ്പൊ അങ്ങനെയും ചിലപ്പം ചോദ്യം വരും. തടവേണ്ട അവയവം. അപ്പോൾ ചിലപ്പം ചെവി കൊടുത്തിട്ടുണ്ടാവും, കാല് കൊടുത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ചെവി കൊടുത്തിട്ടുണ്ടാവും, മുഖം കൊടുത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ തല കൊടുത്തിട്ടുണ്ടാവും, മുഖം കൊടുത്തിട്ടുണ്ടാവും. ഏതാണ് തടവേണ്ട അവയവം? അത് തലയും ചെവിയും മാത്രമാണ്. അല്ലെങ്കിൽ കഴുകേണ്ട അവയവം, കാല് കൊടുത്തിട്ടുണ്ടാവും, ചെവി കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ ഏതാ കൊടുക്കുക? കഴുകേണ്ട അവയവം അത് കാലാണ് അല്ലേ? കാല്, മുഖം അങ്ങനെ തുടങ്ങിയ അവയവങ്ങളാണ്. തടവേണ്ട അവയവം ഏത് മാത്രമേ ഉള്ളൂ? തലയും ചെവിയും മാത്രമേ ഉള്ളൂ. അപ്പൊ ഇതിലേതെങ്കിലും ഒന്നുണ്ടെങ്കിൽ അതിൽ ടിക്കട. 2 ഉണ്ടെങ്കിൽ 2 ടിക്കറ്റോളി. വുളൂ മുറിയുന്ന കാര്യങ്ങൾ നമ്മളെ ക്ലാസ് രക്ഷിതാക്കളൊക്കെ കേൾക്കുന്നുണ്ടാവും. എന്ത് ചെയ്യുക, മനസ്സിലാക്കുക, കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക, ക്ലാസ് കേൾപ്പിക്കുക ഒക്കെ ചെയ്യാം. വുളൂ മുറിയുന്ന കാര്യങ്ങൾ എത്രയാണ്? 4 ആകുന്നു, 5 ആകുന്നു അല്ലേ? വുളൂ മുറിയുന്ന കാര്യങ്ങൾ 4 ആകുന്നു. ടിക്കിടുക. മനിയ് പുറപ്പെട്ടാൽ വുളൂ മുറിയും, വുളൂ മുറിയില്ല അല്ലേ? വേറെ എന്ത് പുറപ്പെട്ടാലും വുളൂ മുറിയും. മനി പുറപ്പെട്ടാൽ വുളൂ മുറിയില്ല. അപ്പൊ ഏതാണ്? വുളൂ മുറിയില്ല എന്ന് 2ാമത്തെ കോളത്തിലാണ് കൊടുക്കേണ്ടത്. മലമൂത്ര ദ്വാരങ്ങളിൽ കൂടി
മനി അല്ലാത്തവ പുറപ്പെട്ടാൽ, മനി പുറപ്പെട്ടാൽ മുറിയില്ല, ബാക്കിയുള്ളത് എന്ത് പുറപ്പെട്ടാലും വുളു മുറിയും. അപ്പം അത് പ്രത്യേകം ശ്രദ്ധിക്കുക. മക്കൾ മാതാപിതാക്കളെ തൊട്ടാൽ, ആറാമത്തെ ചോദ്യമാണ്, മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? ആറാമത്തെ ചോദ്യം വുളു, പിന്നെ മക്കൾ മാതാപിതാക്കളെ തൊട്ടാൽ വുളു മുറിയും, വുളു മുറിയില്ല. ഏതാ വുളു മുറിയോ? ഇല്ല. ഇത്താത്തനെ തൊട്ടാൽ വുളു മുറിയോ? ഇക്കാക്കനെ തൊട്ടാൽ വുളു മുറിയോ? ഇല്ല. ഉപ്പാനെ തൊട്ടാൽ ഉമ്മായെ തൊട്ടാൽ വുളു മുറിയോ? ഇല്ല. നമ്മൾ ചെറിയ ക്ലാസ് ആയതുകൊണ്ട് കൂടുതൽ പിന്നെ വലിയ വിഷയങ്ങളിലേക്ക് ചോദിക്കൂല. മാതാപിതാക്കളെ തൊട്ടാൽ, ഇക്കാക്കായെ തൊട്ടാൽ, അല്ലെങ്കിൽ അനിയനെ തൊട്ടാൽ, അല്ലെങ്കിൽ അനിയത്തിയെ തൊട്ടാൽ, ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ടത് മാത്രമേ ചോദിക്കുള്ളൂ. മാതാപിതാക്കളെ തൊട്ടാൽ വുളു മുറിയില്ല. അപ്പൊ അത് മനസ്സിലായല്ലോ. ശരി, അടയാളപ്പെടുത്തണം. ഇനി പൂർത്തിയാക്കാം. ഇസ്ലാം കാര്യങ്ങൾ എത്രയാണ്? നേരത്തെ ഇസ്ലാം കാര്യങ്ങൾ ചോദിച്ചല്ലേ, എത്രയാണ്? 5ആണെന്നല്ലേ? അപ്പൊ 5 ഏതായാലും നമുക്ക് അവിടുന്ന് ഉത്തരം നമ്മൾ എഴുതിയ ആൾക്ക് തിരും. നമുക്ക് പഠിച്ച ആൾക്കാർ നമ്മളാണല്ലോ അല്ലെ. ഇസ്ലാം കാര്യം 5 അല്ലേ? ആ പാട്ടൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ അതുപോലെ വേറെയും പാട്ടൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ഇത്ര ഇസ്ലാം കാര്യം എത്രയാണ്? 5 അവിടെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ മുഴുവനായും കൊടുത്തിട്ടില്ല, തുടക്കം കൊടുത്തിട്ടില്ല. ഡാഷ് രണ്ടും അർത്ഥം അറിഞ്ഞു മനസ്സിൽ ഉറപ്പിച്ചു ചൊല്ലുക. ഡാഷ് രണ്ടും. ഏത് രണ്ടും? ഏതാണ് 2? ഷഹാദത്ത് കലിമ. ഷഹാദത്ത് കലിമ രണ്ടും അർത്ഥം അറിഞ്ഞ് മനസ്സിൽ ഉറപ്പിച്ചു ചൊല്ലുക. ചില കുട്ടികൾക്കുണ്ട് ഷഹാദത്ത് കലിമ എന്ന് പറഞ്ഞു കൊടുത്താൽ കിട്ടും, ബാക്കിയാണ് ഓർഡർ ആയിട്ടാണ് പറഞ്ഞത്. ഷഹാദത്ത് കലിമ ഡാഷ് എന്ന് പറഞ്ഞാൽ അപ്പൊ രണ്ടും അർത്ഥം അറിഞ്ഞ് മനസ്സിൽ ഉറപ്പിച്ചു ചൊല്ലുക. തുടക്കം കിട്ടിയിട്ടില്ലെങ്കിൽ ഇടങ്ങാറാവും അല്ലേ? നമ്മളൊന്നും ഇടങ്ങാറാണ്. നമ്മളെന്ത് ചെയ്യുക? ഒന്ന് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക. ഷഹാദത്ത് കലിമ എന്താണ്? 2 ഷഹാദത്ത് കലിമ. രണ്ടാമത്തെ ചോദ്യം, രണ്ടാമത്തെ ഇസ്ലാം കാര്യം അതാണ്. ഒന്നിങ്ങനെ പറഞ്ഞു നോക്കിയാൽ മതി, അപ്പൊ നമുക്ക് കിട്ടും. ഡാഷ് നിസ്കാരം നിലനിർത്തുക. ഏതാ നിസ്കാരം? നേരത്തെ പറഞ്ഞു 5 സമയത്തെ നിസ്കാരം. 5 സമയത്തെ എഴുതിയാൽ മതി, ബാക്കി അവിടെ ഉണ്ട്. 5 സമയത്തെ നിസ്കാരം നിലനിർത്തുക. 3 ഡാഷ് കൊടുക്കുക. മൂന്നാമത്തേതാണ് സകാത്ത് കൊടുക്കുക. 4 ഡാഷ് മുഴുവൻ നോമ്പ് നോൽക്കുക. ഏതാ നോമ്പ് നോൽക്കുന്ന മാസം? ഏതാ? റമളാൻ. റമളാൻ മാസം. ഇനി മാസം എഴുതിയാലും കുഴപ്പമൊന്നുമില്ല, റമളാൻ എഴുതിയാൽ മതി. നമ്മൾ പുസ്തകത്തിലുള്ള റമളാൻ മാസം അത് എഴുതിയാൽ ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യണം? അറിയുന്ന കുട്ടികളൊക്കെ എന്ത് ചെയ്യുക? അറിയുന്ന അക്ഷരം വെച്ചുകൊണ്ട് തന്നെ എഴുതാം. ഏതെങ്കിലുമൊക്കെ ഒരു അക്ഷരം നമുക്ക് അറിയില്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലുമൊക്കെ ഒരു അക്ഷരം വെച്ചുകൊണ്ട് എഴുതി കൊടുക്കണം. ആ ഒരു അക്ഷരം നമുക്കറിയില്ലല്ലോ എന്നുള്ള റമളാൻ. അപ്പോൾ റമളാൻ അവിടെ കിട്ടുന്നില്ല എങ്കിൽ എന്ത് ചെയ്യുക? അവിടെ അതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒന്ന് അവിടെ എഴുതി കൊടുക്കുക. ഞാൻ അത് വെച്ചിട്ട് അടുത്ത അക്ഷരമെങ്കിലും എഴുതിയിട്ട് അവിടെ എഴുതി കൊടുക്കണം. ഒന്നും ബ്ലാങ്ക് ആയിട്ട് ആ അക്ഷരം അറിയില്ലല്ലോ, അപ്പം ഇനിയിപ്പോൾ എങ്ങനെ എഴുതുക? അങ്ങനെ ഉണ്ട്. ചില കുട്ടികൾ എന്ത് ചെയ്യും? റമളാൻ മാന്ന് എഴുതിയിട്ടുണ്ടാവും, ബാക്കി സം എന്നുള്ള എഴുതിയിട്ടുണ്ടാവില്ല. അപ്പോൾ സാന്ന് കിട്ടുന്നില്ല, അപ്പോൾ പിന്നെ ബാക്കി ഒന്നായിട്ട് വായിക്കുക. അങ്ങനെ ഒന്നും ചെയ്യരുത്. അറിയുന്ന രൂപത്തിൽ അവിടെ എഴുതി കൊടുക്കണം. നമ്മൾ എഴുതി പഠിക്കുക എന്നുള്ളതാണ്. നമുക്ക് എന്ത് ചെയ്യാം? ഈ കാക്കൊല്ല പരീക്ഷ, പാദവാർഷിക പരീക്ഷ, ഈ പരീക്ഷയും കഴിഞ്ഞ് അടുത്ത പരീക്ഷയും കഴിഞ്ഞ് കൊല്ല പരീക്ഷയ്ക്ക് നല്ല ഉഷാറായിട്ട് നമുക്ക് എന്ത് ചെയ്യണം? സ്കോർ ചെയ്യാൻ കഴിയണം. അപ്പോൾ അതിനൊക്കെ വേണ്ടിയുള്ള ഒരു എക്സാമാണിത്. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യുക? മാത്രമല്ല നമ്മൾ കഴിവിൻ്റെ പരമാവധി ലീവാക്കാതെ എന്തെങ്കിലും ചെറിയ പ്രോബ്ലങ്ങൾക്ക് വരുമ്പോഴത്തേനും, ചെറിയ പനി വരുമ്പോഴത്തേനും പരീക്ഷ നഷ്ടപ്പെടുത്താൻ പാടില്ല. കഴിവിൻ്റെ പരമാവധി എഴുതാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അപ്പം എന്ത് ചെയ്തു? റമളാൻ മാസം മുഴുവൻ നോമ്പ് നോൽക്കുക. 5 ഏതാണ്? ഹജ്ജ് ചെയ്യുക അല്ലേ? ഇനി മൂന്നാമത്തെ ഒരു വിഭാഗം ചോദ്യമാണ് നിസ്കാരങ്ങളുടെ പേരുകൾ എഴുതാം. എത്ര നിസ്കാരമുണ്ട്? നമുക്ക് മുകളിൽ പറഞ്ഞു, നമ്മൾ പഠിച്ചിട്ടുണ്ട് 5 സമയത്തെ നിസ്കാരം. ഏതൊക്കെയാണ് 5 സമയത്തെ നിസ്കാരത്തിന്റെ പേരുകൾ? ഒന്ന് എഴുതിക്കൊള്ളി. ളുഹ്ർ, അസ്ർ, മഗ്രിബ്, ഇശാ, സുബ്ഹ് അല്ലേ? സുബ്ഹി, ളുഹ്ർ, അസ്ർ, മഗ്രിബ്, ഇശാ, സുബ്ഹി. ഇനി ഓർഡർ ഒന്നും അറിയുന്നില്ല എങ്കിൽ ബേജാറാണ്ട. ഏതെങ്കിലും 5 നിസ്കാരത്തിന്റെ ഓർഡർ തെറ്റിയാലും വേണ്ടില്ല, അവിടെ എഴുതി കൊടുക്കുക. നമ്മൾ പഠിച്ച തന്നെ എഴുതി കൊടുക്കുക. എങ്ങനെ? ളുഹ്ർ, അസ്ർ, മഗ്രിബ്, ഇശാ, സുബ്ഹ്. ഇനി എന്ത് ചെയ്യും? ആദ്യം ളുഹ്ർ എഴുതി, പിന്നെ ഇശാ എഴുതി,
പിന്നെ സുബൈദ് അങ്ങനെയൊന്നും എങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല, അവിടെ എഴുതി കൊടുക്കണം. ഓർഡർ അറിയില്ലല്ലോ എന്ന് കരുതിയിട്ട് ഒഴിച്ചിടരുത്. ഇനി 2 സ്കാരത്തിൻ്റെ പേര് അറിയുള്ളൂവെങ്കിൽ അങ്ങനെ എഴുതുക. അത് പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചല്ല പറഞ്ഞത്, നമ്മളെ രക്ഷിതാക്കളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. അറിയുന്നത് മുഴുവൻ എഴുതി കൊടുക്കണം. ഇനി 2 സ്കാരത്തിൻ്റെ പേര് അറിയുള്ളൂ, അത് അവിടെ എഴുതി കൊടുക്കുക. അതിനൊക്കെ എത്ര മാർക്കുണ്ട്? 1-ന് 1 മാർക്കാണ്. അങ്ങനെ 5 എഴുതിയാൽ 5 മാർക്ക് കിട്ടും. ഒരു ഉദാഹരണം പറഞ്ഞാൽ 5 നമ്മളെ ഇനി നാളത്തെ ചോദ്യപേപ്പറിൽ എന്ത് ചെയ്യും, ഏതാ വരുന്നത് നോക്കിയിട്ട് എന്ത് ചെയ്യണം, മാർക്ക് നോക്കിയിട്ടല്ല, നമ്മൾ ഉത്തരം അറിയെങ്കിൽ അവിടെ എഴുതി കൊടുക്കുക. ഇനി 4ാമത്തെ ഒരു വിഭാഗം, ഉത്തരം എഴുതാം. അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ് ആരെ? നമ്മൾ പഠിച്ചു, അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ് നിസ്കരിക്കുന്നവനെ. ആരെയാണ്? നിസ്കരിക്കുന്നവരെ എന്നൊക്കെ എന്ത് ചെയ്യുക, അവിടെ എഴുതി കൊടുക്കുക. ആദ്യം എന്ത് ചെയ്യണം, എഴുതുമ്പോൾ എന്ത് ചെയ്യണം, ഏത് ചോദ്യം എഴുതുമ്പോഴും എന്ത് ചെയ്യുക, ആദ്യത്തെ അക്ഷരം നീ എന്ന് എഴുതിക്കുക. നിസ് എഴുതാൻ അറിയുന്നവർക്ക് എന്ത് ചെയ്യുക, കറക്റ്റ് എഴുതി കൊടുക്കുക. അല്ലാത്തവർ എന്ത് ചെയ്യുക, ഓരോ അക്ഷരം വെച്ച് നീ ക രി കു അങ്ങനെ എന്ത് ചെയ്യുക, ഓരോന്ന് എഴുതി കൊടുക്കുക. നീട്ടാനുള്ള സ്ഥലത്ത് നീട്ടുക, കട്ടി കൊടുക്കാനുള്ള സ്ഥലത്ത് ഷെദ് കൊടുക്കുക. അതൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. 2, വുളുഇൽ മുഖം കഴുകുമ്പോൾ കരുതേണ്ടത് എന്ത്? വുളു എന്ന ഫർദിനെ ഞാൻ വീട്ടുന്നു. വുളു എന്ന ഫർദിനെ ഞാൻ മുഖം കഴുകുമ്പോഴാണ് നിർബന്ധമായ നിയ്യത്ത്. വുളു എന്ന ഫർദിനെ ഞാൻ. ഇനി ഇങ്ങനെ ചോദിക്കാം, വുളുവിന് എത്ര ഫർദുകളുണ്ട്, അല്ല എത്ര നിയ്യത്തുകളുണ്ട്? 2 നിയ്യത്ത്. തുടക്കത്തിൽ വെക്കേണ്ട നിയ്യത്ത് ഏതാണ്? അപ്പോൾ വുളുവിന്റെ സുന്നത്തിനെ ഞാൻ വീട്ടുന്നു. ഇതേതാ ചോദിച്ചത്? മുഖം കഴുകുമ്പോഴാണ്. അപ്പോൾ വുളു എന്ന ഫർദിനെ ഞാൻ വീട്ടുന്നു. എങ്ങനെ വന്നാലും എഴുതാൻ നമുക്ക് കഴിയണം. വായിൽ വെള്ളം കൊപ്പളിക്കുന്നതിനോടൊപ്പം ചെയ്യണം എന്ത്? മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റൽ. അല്ലേ? വായിൽ വെള്ളം കൊപ്പളിക്കുകയും അതോടൊപ്പം തന്നെ മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുകയും ചെയ്യുക. നമ്മൾ പഠിച്ചതാണ്. അപ്പം എന്ത് ചെയ്യുക, അതിന് കൂടെ എന്ത് ചെയ്താ, മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുക എന്ന് എഴുതുക. വുളു മുറിയുന്ന കാര്യങ്ങളിൽ 1 എഴുതുക. 1 നമ്മൾ നേരെ മുകളിൽ പറഞ്ഞു അല്ലേ? മലമൂത്ര ദ്വാരങ്ങളിൽ കൂടി മനി അല്ലാത്തവ പുറപ്പെടുക. 1. ബുദ്ധിയുടെ ബോധം നീങ്ങുക. 2. അത് നമുക്ക് വേഗം എഴുതാം, കുറച്ച് ഭാഗമേ ഉള്ളൂ. ബുദ്ധിയുടെ 1 എഴുതാനാ പറഞ്ഞ്, ഏതെങ്കിലും 1 എഴുതി കൊടുക്കുക. 1 അവിടെ മേലെ ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, അതുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്യുക, നോക്കിയിട്ടെങ്കിലും എഴുതി കൊടുക്കുക. മലമൂത്ര ദ്വാരങ്ങളിൽ കൂടി മനി അല്ലാത്തവ പുറപ്പെടുക. 1 എഴുതിയാൽ മതി. അല്ലെങ്കിൽ ബുദ്ധിയുടെ വകതിരിവ് നീങ്ങുക. അല്ലെങ്കിൽ മനുഷ്യന്റെ മുങ്കയ്യന്റെ പള്ള കൊണ്ട് മനുഷ്യന്റെ ഗുഹ്യസ്ഥാനം തൊടുക. അല്ലേ? അല്ലെങ്കിൽ വലിയവരായ അന്യ സ്ത്രീ പുരുഷന്മാരുടെ തൊലി തമ്മിൽ തൊടുക. ഏതെങ്കിലുമൊക്കെ ആയിട്ട് എന്ത് ചെയ്യുക, എഴുതി കൊടുക്കണം. 1 ചോദിച്ചിട്ടുള്ളൂ. ഇനി 2 ചോദിച്ചാൽ 2 എഴുതി കൊടുക്കണം. വുളു മുറിയുന്ന കാര്യങ്ങൾ എത്രയാന്ന് ചോദിച്ചാൽ 4 എഴുതി കൊടുക്കണം. അല്ലെങ്കിൽ വുളു മുറിയുന്ന കാര്യങ്ങൾ 4, 6 എന്ന് കൊടുത്താൽ 4 ടിക്കിട. അല്ലെങ്കിൽ മേലെ കൊടുത്തിട്ടുണ്ടാവും, ബ്രാക്കറ്റിലൊക്കെ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ബ്രാക്കറ്റ് നിർത്തിയതാൽ 4 എഴുതി കൊടുക്കുക. എനിക്ക് ചോദ്യം വരാം, എങ്ങനെ വന്നാലും നമുക്ക് എഴുതാൻ കഴിയണം. ബുദ്ധിയുടെ വകതിരിവ് നഷ്ടപ്പെടുന്ന കാര്യങ്ങളിൽ 2 എഴുതുക. അവിടെയും കൊടുത്തിട്ടുണ്ട് അല്ലേ? അതുമായി ബന്ധപ്പെട്ട് ബുദ്ധിയുടെ വകതിരിവ് നഷ്ടപ്പെടുക എന്ന് അത് എടുത്തുകാണ് മേലെ എഴുതി കൊടുത്താൽ നമുക്ക് ഉത്തരായി. വുളു മുറിയുന്ന കാര്യങ്ങളിൽ 1 എഴുതുക. ബുദ്ധിയുടെ വകതിരിവ് നഷ്ടപ്പെടും എന്നെങ്കിലും അവിടെ എഴുതി കൊടുക്കുക. അപ്പൊ നമുക്ക് എന്ത് ചെയ്തു, ആ സ്കോർ ഇവിടെ നോക്കിയിട്ട് തന്നെ എഴുതാൻ പറ്റി. നഷ്ടപ്പെടുന്ന കാര്യങ്ങളിൽ 2 എഴുതുക. അല്ലേ? 1 എന്താണ്? ഭ്രാന്ത്, അല്ലെങ്കിൽ ബോധക്ഷയം, അല്ലെങ്കിൽ മത്ത്. ഏറ്റവും എളുപ്പമുള്ളതാണ് ഉറങ്ങുക. എന്ന് എഴുതുക. ഏതാണ്? 2 ഇതാണ്. 1 ഉറങ്ങുക, പിന്നെ 1 മത്ത് എന്ന് എഴുതിച്ചാൽ മതി. അക്ഷരമൊന്നും പ്രയാസമില്ല. മത്ത് താഴെ നമുക്ക് അറിയുന്നതാണ്. ഉറങ്ങുക. ഇങ്ങനെ ഇതില് അയിനിന്റെ മുകളിൽ പുള്ളി, താഴെയും പുള്ളിയിടാം. അല്ലേ? ഉറങ്ങുക, മത്ത്, അല്ലെങ്കിൽ ഭ്രാന്ത്, അല്ലെങ്കിൽ ബോധക്ഷയം. ഇതിൽ ഏതെങ്കിലും 2 എഴുതി കൊടുത്താൽ എന്ത് ചെയ്യും, നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇനി ക്രമത്തിലാക്കുക. നോക്കി, നമുക്കറിയുന്നതാണ് ഷഹാദത്ത് കലിമ എങ്ങനെയാണ്? അഷ്ഹദു അല്ലാ ഇലാഹ. അപ്പൊ അഷ്ഹദു എന്നുള്ളത് 1 ഇടുക. ആ നമ്പർ ഇടാന്നല്ല പറഞ്ഞ. അഷ്ഹദു 1.
അല്ലാ ഇലാഹ എവിടെയുള്ളത്? അതാ അഷ്ഹദു അല്ലാ ഇലാഹ. അവിടെ ഫസ്റ്റത്തെ അവിടെ 2 ഇട്ടെടുക്കുക. ഇല്ല അവിടെ ഇല്ല എന്നുള്ളിടത്ത് 3 ഇട്ടെടുക്കുക. അല്ലാഹ് ഇല്ലല്ലാഹ് അവിടെ 4 ഇട്ടെടുക്കുക. വ അഷ്ഹദു 5, അന്ന 6, മുഹമ്മദ് 7, റസൂലുള്ളാഹ് അവിടെ 8. അങ്ങനെ ഓരോന്ന് നോക്കിയിട്ട് നമ്മളിങ്ങനെ ചൊല്ലി നോക്കിയാൽ മതി. ചൊല്ലി നോക്കിയിട്ട് നമ്പർ ഇട്ടതിന് ശേഷം ചൊല്ലി നോക്കുക. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇങ്ങനെ എന്ത് ചെയ്യാം? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. അങ്ങനെ ഓരോന്നും എന്ത് ചെയ്യാം? ക്രമത്തിൽ തന്നെയാണോ നമ്പർ ഇട്ടതിന് ശേഷവും നോക്കണം. ഇനി പൂരിപ്പിക്കാനുള്ളതാണ് തീർച്ചയായും. ബാക്കി എന്താ? അല്ലാഹ് കിട്ടണില്ലല്ലോ. കിട്ടണ്ടോ? നമ്മൾ പഠിച്ച കുട്ടികളെ നമുക്കറിയും. നമുക്ക് അത് അറിയുന്നുണ്ട്, അതാണ് എഴുതി കൊടുത്താൽ മതി. തീർച്ചയായും അല്ലാഹു അല്ലാതെ ഇബാദത്തിന് അർഹൻ മറ്റാരുമില്ലെന്ന് ഞാൻ ഡാഷ് മനസ്സിൽ അവിടെ എന്താണ്? മനസ്സിൽ ഉറപ്പിച്ചു വ്യക്തമാക്കി പറയുന്നു. എന്താണ്? തീർച്ചയായും ഡാഷ് അല്ലാഹു അല്ലാതെ ഡാഷ് എന്നുള്ളതാണ് അല്ലാഹു. അല്ലാഹ് എന്തായി? അല്ലാഹു അല്ലാതെ ഇബാദത്തിന് ഡാഷ് അർഹൻ അല്ലേ? ഡാഷ് എന്നുള്ളതാണ് അർഹൻ മറ്റാരുമില്ലെന്ന് ഞാൻ മനസ്സിൽ ഉറപ്പിച്ചു വ്യക്തമാക്കി പറയുന്നു. ഇതാണ് ഇപ്പൊ നമ്മളെ ചോദ്യപേപ്പർ. മനസ്സിലായില്ലേ? ഇസ്ലാം കാര്യങ്ങൾ 5 ആകുന്നു. 5 സമയങ്ങളിലായി നിർവഹിക്കണം. നിസ്കാരം വുളുവിൽ ഒന്നിച്ച് ചെയ്യണം. ചെവി വുളു മുറിയുന്ന കാര്യങ്ങൾ 4. മനി പുറപ്പെട്ടാൽ വുളു മുറിയില്ല. മക്കൾ മാതാപിതാക്കൾ തൊട്ടാൽ വുളു മുറിയില്ല. പിന്നെന്താണ്? ഷഹാദത്ത് കലിമ 2 അല്ലേ? പിന്നെ 5 സമയത്തെ നിസ്കാരം. താഴെ 3-ാമത്തെ സക്കാത്ത് കൊടുക്കുക. 4 റമദാൻ മാസം മുഴുവൻ നോമ്പ് നോൽക്കുക. 5 ഹജ്ജ് ചെയ്യുക. ളുഹർ, അസ്ർ, മഗ്രിബ്, ഇശാ, സുബ്ഹ് അല്ലേ? പിന്നെയാണ് അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ് ആരെ? അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ് ആരെ? നിസ്കരിക്കുന്നവനെ. വുളുവിൽ മുഖം കഴുകുമ്പോൾ കരുതേണ്ടത് എന്ത്? നിയ്യത്ത് അല്ലേ? ആ നിയ്യത്ത് എന്താണ്? വുളു എന്ന ഫർദിനെ ഞാൻ വീട്ടുന്നു. വായിൽ വെള്ളം കൊപ്പിളിക്കുകയും അതോടൊപ്പം ചെയ്യണം. മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുകയും ചെയ്യണം. വുളു മുറിയുന്ന കാര്യങ്ങളിൽ 1 എഴുതുക. താഴെ പറഞ്ഞു ബുദ്ധിയുടെ വകതിരിവ് നീങ്ങുക അല്ലേ? നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ബുദ്ധിയുടെ വകതിരിവ് നീങ്ങുക, അല്ലെങ്കിൽ മലമൂത്രദ്വാരങ്ങളിൽ കൂടി മനിയല്ലാത്തവ പുറപ്പെടുക എന്ന് തുടങ്ങി ഏതെങ്കിലും 1 എഴുതി കൊടുക്കുക. ബുദ്ധിയുടെ വകതിരിവ് നഷ്ടപ്പെടുന്ന കാര്യങ്ങളിൽ 2 എഴുതുക. ഉറങ്ങുക, മത്ത്, ബോധക്ഷയം, ഭ്രാന്ത്. അറിയുന്ന അക്ഷരം വെച്ചുകൊണ്ട് എഴുതണം. ഇനി അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. തീർച്ചയായും അല്ലാഹു അല്ലാതെ ഇബാദത്തിന് അർഹൻ മറ്റാരുമില്ലെന്ന് ഞാൻ മനസ്സിൽ ഉറപ്പിച്ച് വ്യക്തമാക്കി പറയുന്നു. ഷഹാദത്ത് കലിമ പറഞ്ഞു. ഇനി പരീക്ഷ ഉഷാറായിട്ട് എഴുതുന്നു. മനസ്സ് പറയുകയും ഉള്ള സമയങ്ങൾ പഠിക്കുകയും ചെയ്യണം. മക്കളെ എല്ലാവരും പഠിക്കൂലേ? ഇൻഷാ അല്ലാഹ് ഇത് ക്ലാസ് മനസ്സിലായിട്ടുണ്ടാവും. എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ ചോദിച്ചാൽ മതി. കമൻറ്റിലായിട്ട് ചോദിക്കുക. അതുപോലെ തന്നെ മുതിർന്ന ആളുകൾക്കൊക്കെ ഖുർആൻ പാരായണം പഠിക്കാൻ നമ്മുടെ ഈ ആപ്പ് സഹായകരമാകും. സാധാരണ നമ്മൾ ഖുർആൻ ക്ലാസ്സാണ് ഉണ്ടാവുക. ഇൻഷാ അല്ലാഹ് ഇന്ന് ഇപ്പോൾ പരീക്ഷണ സമയമായതുകൊണ്ട് ചെറിയ റിവിഷനും ചില ക്ലാസ്സുകളുടെ ചോദ്യപേപ്പറൊക്കെ വിശകലനം ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ നമ്മൾ ചാനൽ ജോയിൻ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂട്ടുകാർക്ക്, കുടുംബ ഗ്രൂപ്പുകളിലേക്ക്, പ്രത്യേകിച്ച് മുതിർന്ന ആളുകൾക്ക് ഖുർആൻ പഠിക്കാൻ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവിധ സംശയങ്ങളും തീരുന്ന രൂപത്തിലുള്ള ക്ലാസ് ആയിരിക്കുമെന്ന് ഒരു ഉറപ്പുണ്ട്. ഇൻഷാ അല്ലാഹ് താല്പര്യമുള്ളവർക്ക് എന്ത് ചെയ്യുക? ക്ലാസ് ഒന്ന് കേട്ട് നോക്കുക. എന്നിട്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് എന്ത് ചെയ്യുക? ജോയിൻ ചെയ്യുക. വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വ്യത്യസ്ത ഗ്രൂപ്പുകളുണ്ട്. അല്ലാഹു തആല നമ്മുടെ പ്രവർത്തനങ്ങൾ ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ.